എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഏകദേശം ഒരു 4 ആഴ്ച മുന്നേ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ഇന്ന് വിഷ്ണുവിൻ്റെ ഓഫ് ഡേ ആണ്. അപ്പോൾ യുവിന് ഒരു 4-5 മണിക്കൂറിന് വിഷ്ണുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ അപ്പോയിൻമെൻറ്റിന് വേണ്ടി പോവുകയാണ്. ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല അത്ര എളുപ്പമല്ല. കഷ്ടപ്പെട്ട് ഒരു മാസം മുന്നേ എടുത്താലാണ് കിട്ടുള്ളൂ. ഇത്രയും ബിൽഡപ്പ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ഒന്ന് മുടി വെട്ടാൻ വേണ്ടി പോകാം കേട്ടോ. ഒരുപാട് സ്നേഹമുള്ള നിങ്ങളുടെ കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. മുടി വെട്ടരുത്, ഇത്ര മുടിയാണ് രസം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്ത ഓരോ ആൾക്കാരോടും ഞാനും തിരിച്ച് സ്നേഹം അറിയിക്കുന്നു. നിങ്ങളെ എല്ലാ കമൻസും ഞാൻ റെസ്പെക്ട് ചെയ്തും കൊണ്ട് ഞാൻ പറയാം കേട്ടോ. എനിക്ക് മുടി കഴുത്ത് വിട്ടിട്ട് താത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് ഞാനല്ലാതെ ഇതുപോലെ തോന്നും. എൻ്റെ കോൺഫിഡൻസ് ഒക്കെ എഫക്റ്റഡ് ആവുന്നത് പോലെ. അപ്പോൾ ഒരു മുടിയിൽ കോൺഫിഡൻസ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ലെങ്ത് വെച്ചിട്ടെങ്കിലും മുടി മുറിക്കാമല്ലോ. ഇനി അവിടെ പോയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കയറ്റി മുറിക്കാം. എനിക്ക് ഷോർട്ട് ഹെയറിലാണ് എനിക്ക് കംഫർട്ടബിളായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഞാനായിട്ടും ഒക്കെ തോന്നുക. അപ്പോൾ അത് കാരണം വീണ്ടും ഒന്ന് മുടി മുറിക്കാം, ചെറുതായിട്ടൊന്ന് കളർ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മൾ അടുത്ത 3 ദിവസം കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ചെയ്യാൻ വേണ്ടി പോണേ. അടുത്ത 3 ദിവസത്തെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്ത് ഒറ്റ വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷ്ണു, ഞാൻ പോയിട്ട് വരാട്ടോ. ബൈ ദ ബൈ. നമ്മുടെ സാധാ ലുക്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ലേ? ഒരു ഹെഡ് മിസ്ട്രസ് ലുക്കൊക്കെ വന്നിട്ടുണ്ടോ? ഒരു ഫോർമൽ ഷർട്ടും കണ്ണാടിയൊക്കെ എൻ്റെ അമ്മയുടെയൊക്കെ ചായ വന്ന പോലെ. 4 ആഴ്ച സമയമുണ്ടല്ലോ. ഇതവിടെ അപ്പോയിൻമെന്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിരുന്നില്ല. വിഷ്ണുവിന് ഇങ്ങനെ വീട്ടിൽ അവൈലബിൾ ആവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കണം, എനിക്ക് അവിടെ പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കണം, പിന്നെ ഇതേപോലെ അവിടെ ഒരു അപ്പോയിൻമെന്റ് വേണം. ഇതെല്ലാം കൂടെ ചേർത്തെടുത്തപ്പോഴാണ് ഈ ഒരു 4 ആഴ്ച സമയം വന്നത്. പിന്നെ എനിക്ക് തുടക്കത്തിലൊക്കെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നെയ്ബറിനെ കാണണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു 2 ആഴ്ച മുന്നെങ്കിലും ഇവിടെ എല്ലാ ആൾക്കാരും അങ്ങനെ കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ. ഒന്ന് ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ധൃതി ഒഴിവാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് പ്ലാൻസും കാര്യങ്ങളൊന്നും ഇവിടെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് വർക്ക്ഔട്ട് ആവില്ല. മിനിമം ഒരു 2 ആഴ്ചയെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കാണണം. പിന്നെ അതിലും കൂടുതൽ എനിക്ക് തോന്നിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. 10:51 എന്ന് പറഞ്ഞാൽ 10:50 അവരോട് റെഡി ആയിരിക്കും. അങ്ങനെ ലേറ്റ് ആവുന്നതൊക്കെ വളരെ കുറവാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇനി ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ വിളിച്ചറിയിക്കും. ക്യാമറ ഒന്ന് ചെറുതായിട്ട് താത്തോട്ട് വീണു. അപ്പോൾ പറഞ്ഞു വന്നത് എന്തെങ്കിലും ഒരു ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അവർ മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മളൊരു 20 മിനിറ്റിൽ അവിടെ എത്തും. 20 മിനിറ്റിൽ എന്നിട്ട് നമ്മൾ മുടിയിൽ പണിയാൻ വേണ്ടി തുടങ്ങും. നമ്മളിവിടെ എത്തി. ഇത്രയും തണുപ്പത്ത് ജാക്കറ്റ് ഇടാതെ നടക്കാൻ പറ്റും സക്കീർ ബൈക്ക്? എനിക്ക് പറ്റും. നാളെ തൊട്ട് ഇനി പിടിക്കുമായിരിക്കും. ഇനി ജാക്കറ്റ് ഇഷ്ടമല്ല, എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. ഭയങ്കര വെച്ച് പുഴുങ്ങുന്ന പോലെ തോന്നും. അതുകൊണ്ട് ജാക്കറ്റ് ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അകത്ത് കയറി ഒന്ന് വർത്താനം പറഞ്ഞ കാര്യം തീരുമാനമാക്കട്ടെ കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല റഷുള്ള ദിവസം കേട്ടോ ഇവിടെ. വെള്ളിയാഴ്ച പൊതുവേ ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ വർക്ക് ചെയ്യില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ദിവസമായിട്ട് 4 ദിവസം വർക്ക് ചെയ്ത് 5-ാമത്തെ ദിവസം അവർ അങ്ങനത്തെ ദിവസമാക്കി എടുക്കും. അപ്പോൾ ഇന്ന് ഭയങ്കര ഫുള്ളാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. GP ദ ഹെയർ എക്സ്പീരിയൻസ് എന്നാട്ടോ ഈ ഒരു സലോണിൻ്റെ പേര്. GP എന്ന് പറയുന്നത് ഗ്ലെയ്ത്തോൺ ആണ്. ഗ്ലെയ്ത്തോൺ ആണ് ഈ ഒരു സലോണിൻ്റെ മെയിൻ ആള്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഓണറും. ഇത് ഈ കാണുന്നതാണ് ഗ്ലെയ്ത്തോൺ. ഗ്ലെയ്ത്തോണിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. പുള്ളി ബ്രസീലിയനാണ്. പുള്ളിയുടെ ലാംഗ്വേജ് സ്പാനിഷാണ്. ഇവിടെ അധികം ആൾക്കാരും ഒന്നെങ്കിൽ ബ്രസീൽ അല്ലെങ്കിൽ സ്പെയിൻ എന്നുള്ളവരാണ് കേട്ടോ. നമുക്ക് ഇന്ത്യക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഹിന്ദി അറിയുന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അതേപോലെ യൂറോപ്പിൽ അധികം ആൾക്കാർക്കും സംസാരിക്കാൻ അറിയുന്നൊരു ഭാഷയാണ് സ്പാനിഷ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്ക് പിന്നെ സ്പാനിഷ് ആയാലും ഡച്ച് ആയാലൊക്കെ ഒരുപോലെ തന്നെ. ഒരുപോലെ എന്ന് പറയാൻ പറ്റില്ല. ഡച്ച് ഇപ്പോൾ ഒരു 7 കൊല്ലമൊക്കെ ഇല്ലേ, കുറച്ചും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കാറ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 കൊല്ലമായി ഈ ഒരു സലോണിൽ വരാൻ വേണ്ടി തുടങ്ങിയിട്ട്. തുടക്കത്തിൽ ഈ ഒരു സലോൺ ഇവിടെ ആയിരുന്നില്ല, ആംസ്റ്റൽഫെയിൻ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരൊന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും പഠിക്കേണ്ടാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. ഭയങ്കര ഡെഡിക്കേഷനും ഇഷ്ടത്തോടും കൂടെ നമ്മളൊരു പ്രൊഫഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഉയരങ്ങളിൽ എത്തുന്നുള്ള എക്സാമ്പിളാണ് കേട്ടോ ഗ്ലെയ്ത്തോൺ. ഗ്ലെയ്ത്തോൺ സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് ഇപ്പോൾ GP ഹെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് പുള്ളി ബിൽഡ് ചെയ്തെടുത്തത് ഭയങ്കര അപ്രീഷ്യബിൾ ആണ്. ഇപ്പോൾ ആംസ്റ്റർഡാം സൗത്ത് എന്ന് പറയുന്ന മെയിൻ സ്ഥലത്ത് ഒരു വലിയ സലോണായിട്ടാണ് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നത്. ഭയങ്കര അപ്രീഷ്യബിൾ ജേർണി ആയിരുന്നു പുള്ളിയുടെ. ഇനി ഹെയർ കളറിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് എന്തായാലും കുറേ നേരം
നേരം വെറുതെ ഇരിക്കേണ്ടിയിരുന്ന അറിയാം. അതുകൊണ്ട് എൻ്റെ കുറച്ച് പുസ്തകങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇതൊരു അടിപൊളി പ്ലാനറാണ്. ഒരു കുഞ്ഞു ബുക്കാണ്, ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാം. അത് കഴിഞ്ഞ് ഡേറ്റ് വെച്ച് വരുന്ന രീതിയിലുള്ള ഇങ്ങനത്തെ ഒരു പ്ലാനിങ് പേജസുമാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഒപ്പം കൊണ്ടു നടക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ വീട്ടിലെപ്പോഴും നമുക്ക് ഇരുന്നും കൊണ്ട് പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ നമുക്ക് പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡേറ്റിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ രീതിയിലൊന്നും അല്ലാട്ടോ എഴുതാറ്. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ നീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണെന്ന് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ വിട്ടുപോകില്ല. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഐഡിയ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോയിസ് ഓവറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ത്രെഡ് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പുസ്തകം. കുറച്ച് നേരം അതൊക്കെ വെച്ചിരുന്നപ്പോഴേക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ കളർ ഇടുമായിരിക്കും. പിന്നെ അതിനുശേഷം ഒരു ടോണർ. അങ്ങനെയാണ് നോർമലി ഇവിടുത്തെ സ്റ്റെപ്പ് പോവാറ്. ഞാൻ വർഷത്തിൽ അല്ലെങ്കിൽ 1.5 വർഷത്തിലൊരിക്കലൊക്കെയാണ് കേട്ടോ ഹെയർ കളർ ചെയ്യാറ്. നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 1 മണിക്കൂറിലൊക്കെ തീരുമായിരിക്കും. ഇത്തവണ ഞാൻ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ളൊരു ധൃതിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സമയമെടുത്ത് ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ കട കൂട്ടുമ്പോഴാണ് ഇവിടെ ഇറങ്ങാറ് 6 മണിക്ക്. പക്ഷെ ഇത്തവണ ഞാൻ ഒന്ന് മാക്സിമം സ്പീഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 4-4.5 മണിക്കൂറിലൊക്കെ തീർക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം തീരുമായിരിക്കും. എന്നിട്ട് നമുക്ക് മെല്ലെ ഇറങ്ങാം. നല്ല രസമല്ലേ ഈ ഒരു കോർണർ ഇവിടെ ഒരു ബാത്റൂമിൽ ചെയ്ത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്ലസൻറ്റ് ഫീല്. കുറച്ച് ചെടികൾ, ഇത് ആർട്ടിഫിഷ്യലാണ് പക്ഷെ എന്നാലും ഒരു താഴെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു രസമുണ്ട് കാണാൻ. വീണ്ടും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കളറെല്ലാം മുടിയിൽ നിന്ന് കഴുകി കളയാണ്. ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു ന്യൂട്രീഷണൽ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ബ്ലീച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഇങ്ങനെ പൊട്ടി നിൽക്കുന്നതും അതേപോലെ ഒരു ചകിരി ഫീലൊക്കെ ഒഴിവാക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഹെയറിൻ്റെ ഫ്രണ്ട് പോർഷൻ അവരൊന്ന് ഡ്രൈ ചെയ്ത് കാണിച്ചു കളർ അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നോട്ട് നമ്മുടെ പുതിയ ഹെയർ കളർ. അങ്ങനെ കളർ അപ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ഗ്ലേത്തോൺ വന്ന് ഫൈനലായി നമ്മുടെ ഹെയർ കട്ടും കൂടെ ചെയ്യുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടോ, ഞാൻ കാണിച്ചിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ കാലത്തിന് ശേഷം എനിക്ക് ഞാനായതുപോലെയൊക്കെ ഒരു തോന്നൽ. ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കളറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലോ മെയിൻ്റനൻസ് വരുന്നൊരു കളറാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹെയർ കട്ടും. രസല്ലേ? അയ്യോ കാണാല്ലേ, രസല്ലേ? നമുക്ക് ഓടാം കേട്ടോ. നമ്മൾ ഏകദേശം വിചാരിച്ച സമയമാണ്. രാവിലെ നമ്മൾ വന്നപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ എപ്പോഴും കെരാറ്റിൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത്ര സമയം എടുക്കാറില്ല. ഞാൻ ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട്, പക്ഷെ ഇത്ര സമയം എടുക്കാറില്ല. ഒരു 2 മണിക്കൂർ മാക്സിമം. പക്ഷെ നാട്ടിലെ കെരാറ്റിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ദിവസം ഏകദേശം പോയി കിട്ടും. അതേപോലെയാണ് ഇവിടെ കളറിങ് കേട്ടോ. ഇവിടെ കളറിങ് നമ്മുടെ ഏകദേശം ഒരു ദിവസം പോയി കിട്ടും. പക്ഷെ നാട്ടിൽ ഈ പരിപാടി പെട്ടെന്ന് തീരും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോവാം. UV എന്നെ തിരിച്ചറിയില്ലേ എന്നുള്ളത് അറിയാനാണ് എനിക്ക് തവണ ആഗ്രഹം കൂടുതൽ. വിഷ്ണുവിൻ്റെ റിയാക്ഷൻ അല്ല. 10 മിനിറ്റിൽ വീടെത്തും കേട്ടോ. പക്ഷെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നാളെ ഒന്നുമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാൻ വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നേരെ ആൽബർട്ടൈനിലോട്ട് എടുത്ത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോവാം. ഈ വർഷം എനിക്ക് തോന്നുന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് പീരിയഡ്സ് ഒക്കെ ഗെറ്റ് ബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹോർമോണിലൊക്കെ വേരിയേഷൻ വരുന്നുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. എനിക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ എനിക്ക് ജാക്കറ്റ് ഇടാൻ പറ്റണില്ല. ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 3-4 ഡിഗ്രി ഒക്കെ ആയിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ടോ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്തവണ കൂടുതൽ പനിയും ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ വരുന്നത്. പക്ഷേ ജാക്കറ്റ് ഇടാൻ പറ്റുന്നില്ല. ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേ ആൽബർട്ടൈൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങി നല്ല വീട്ടിൽ പോകും. വാലന്റൈൻസ് ഡേ ആയിട്ടേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ സംഗതികൾ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നെപ്പോലുള്ള ആൾക്കാർ എന്തായാലും ഇതിൽ വീണിട്ട് സാധനം വാങ്ങിക്കുമല്ലോ. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇത് വലിയത് അല്ല. നാളെ വാലന്റൈൻസ് ഡേ ആണെന്ന് ആരെങ്കിലും മറന്നുപോയാൽ അവർ 2 വട്ടം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ആൽബർട്ടൈനിൽ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു റോസിൻ്റെ ഒരു ഇതെടുക്കാം അല്ലേ. 2 റോസ് എടുത്തു കേട്ടോ. ഒന്ന് യുവിക്കും ഒന്ന് വിഷ്ണുവിനും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീടെത്തിട്ടോ. UV ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കരുത് എന്ന്. ഇങ്ങനെ ഒരു 4 മണിക്കൂറൊക്കെ കാണാതെ ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ കാണാതെ ഇപ്പോൾ ഭയങ്കര കൊതിയാവുന്നു കാണാൻ. എനിക്ക് ആ ഹെയർ കളർ നല്ല ഇഷ്ടപ്പെട്ടു. വീണ്ടും നോക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണല്ലോ ചെയ്യാറ്. ഇത്തവണ എന്തോ കുറച്ച് നമ്മുടെ
സ്കിൻ ടോണിനായിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ വളരെ എടുത്തു നിൽക്കാത്ത രീതിയിലുള്ളൊരു കളറ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിയായിട്ട് വന്നത് അമ്മയെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആരാണിത്? ആരാണിത്? മുഖത്തേക്ക് പോലും നോക്കണില്ല. എടാ ഞാൻ ഇങ്ങനെ ഇരുന്നടാ, ഫാഷനബിൾ ആയിരുന്നു. പ്രസവത്തിന് ശേഷമാണ് കുറച്ച് കയ്യിൽ നിന്ന് പോയത്. ആണോ? അങ്ങനെ ഞാൻ അങ്ങനെ ലുക്ക് അങ്ങനെ വിചാരിച്ചു. ഓ എന്റെ ഇത് കിട്ടിയോ? പിന്നെ ഇത് പ്രസവിച്ചു. അങ്ങനെ ഓ പൊട്ടിയൊന്ന്. ഒരു സംശയമൊക്കെ ശബ്ദമൊക്കെ കേട്ട പോലെ ഉണ്ടല്ലോ. കുറച്ച് നേരം എടുത്തു യുവിക്ക് എന്നെ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത് ഇനി നമ്മൾ യുവിയുടെ മുടിയാണ് വെട്ടാൻ വേണ്ടി പോണേ കേട്ടോ. എനിക്ക് വീട്ടിൽ വെട്ടാൻ വേണ്ടിയിട്ടേ ഭയങ്കര ഒരു ധൈര്യക്കുറവ്. ജനിച്ചപ്പോഴേ നമുക്ക് ഒരുപാട് മുടി ഉണ്ടായത് കാരണം ഇപ്പോൾ കുറച്ചധികം മുടിയായിട്ടുണ്ട്. ഇതൊന്ന് വെട്ടി ഒതുക്കേണ്ട സമയമായിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ മുടി വെട്ടിയ വർത്താനൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീരുകയാണ്. ഹലോ ഗൈസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താണ് വാലന്റൈൻസ് ഡേ ആയിട്ട് എല്ലാവരുടെയും പരിപാടി? ഇന്നലെ നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ കുറേ നേരം തലയിൽ മറ്റേ ക്രീമോ പിന്നെ വെള്ളമോ എന്തൊക്കെയോ വെച്ചിട്ട് കുറേ നേരം ഒന്നല്ലേ, അതിൻ്റെ നല്ല എഫക്റ്റ് എന്തൊക്കെ കാണാനുണ്ട്. ഇവിടെയും 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 ഒക്കെ നീരിറങ്ങിയിട്ടുണ്ട്. ഇനി അതൊരു വലിയ സൈനസായി മാറുന്നതിൻ്റെ മുന്നേ ആവി പിടിച്ചത് കളയാൻ പറ്റുമോ നോക്കി നോക്കട്ടെ. ഈ നീരൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമുള്ള അസുഖമാണോ? ഇവിടെ ഞാൻ കുറേ തവണ ഡോക്ടേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കിയിട്ട് തുടക്കത്തിൽ കേട്ടോ. ഇപ്പം നീരൊക്കെ ഒരു വിഷയമല്ല, നമ്മൾ പാരസ്റ്റമോൾ കഴിക്കും. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഡോക്ടേഴ്സിന് ഇവിടെ നീരിറക്കം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റാതിരുന്നൊരു കാര്യമാണ് നീരിറക്കം. അത് നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമുള്ള സുഖമാണോ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇന്ന് February 14th, ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്ക് ഇഷ്ടമുള്ളവരെയും നമ്മളെ ഇഷ്ടമുള്ളവരെയും എല്ലാവർക്കും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ഇപ്പോൾ കുറച്ച് നേരത്തെ എണീക്കാറുണ്ടല്ലോ രാവിലെ. അപ്പോൾ എണീറ്റ് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചായ വയ്ക്കുക, ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുക, എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അപ്പോഴാണ് ഈ റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഇങ്ങനെ ക്ലീഷേ റൊമാൻറ്റിക് ക്ലീഷേ എന്ന് പറയാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനത്തെ കുറേ ബ്രേക്ക്ഫാസ്റ്റ് പ്രസൻറ്റേഷൻസ് ഞാൻ കണ്ടത് ഇങ്ങനെ ചുമ്മാ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വലിയ പണിയൊന്നുമില്ലാതെ ചെറിയ സാധനങ്ങളാട്ടോ. അപ്പോൾ വിഷു വരുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് സർപ്രൈസ് ആയിട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഇരുന്ന് എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കണല്ലോ, എന്നാൽ പിന്നെ കുറച്ചൊരു റൊമാൻറ്റിക് സൈഡ് പിടിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കാം. കമാൺ. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെ കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. ബ്രെഡും ജാമും ബ്രെഡും ന്യൂട്ടല്ലിയും അതിനെ നമ്മൾ കുറച്ച് മനോഹരമായി പ്രസൻറ്റ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നും കൂടെ എടുത്ത് നിൽക്കുമായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ന്യൂട്ടല്ലിയും ജാമും എല്ലാം കൂടെ വെച്ച് നമുക്കൊരു കലാപരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഈ വാലന്റൈൻസ് ഡേയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞ് സെലിബ്രേഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കാത്തൊരു ഇമ്പാക്റ്റ് അത് നമ്മുടെ റിലേഷൻഷിപ്പിലും ബോണ്ടിങ്ങിലും ഒക്കെ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു വലിയ സംഭവമായിട്ടൊന്നുമല്ല. നമ്മൾ കുറച്ച് നേരത്തിന് വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് ഹാപ്പി വൈബ് ഇങ്ങനെ കൊണ്ടുവരല്ലേ, അതിൻ്റെ ഒരു രസം ഉണ്ടായിരിക്കും. എൻ്റെ കാൽക്കുലേഷനിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 10 മിനിറ്റ് അതിൽ കൂടുതൽ ചിലവാക്കാൻ ഞാൻ സ്വപ്നങ്ങളിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണല്ലോ. ഈ ടോസ്റ്റിങ്ങും ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കലും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ന്യൂട്ടല്ലിയും ജാമും അതേ ഷേപ്പിൽ നിറയ്ക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ. കുറേ ഉണ്ടാക്കി വന്നപ്പോൾ എൻ്റെ ഹൃദയം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വളഞ്ഞു പോയി. 7-8 കൊല്ലൊക്കെ ആയില്ലേ, കുറച്ച് വളഞ്ഞിരിക്കട്ടെ, അതൊക്കെ മതി. ഈ കത്രികയും പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ണ് പൊടിയിടാൻ പറ്റുന്ന വേറൊരു ഐറ്റം പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതുണ്ടല്ലോ, നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനത്ര കഷ്ടപ്പെട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഗതി. ഇതിങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ കൈ ഇങ്ങനെ തുറന്നു വരുമായിരുന്നു. ഞാൻ എവിടേക്കോ മടക്കിയത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ തന്നെ തുറന്നു കൊടുക്കണം. ഞാനൊരു വാലന്റൈൻ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്
ഞാൻ വിചാരിച്ചതിനേക്കാളും സമയം കുറച്ച് അധികം എടുത്തോണ്ട് വിഷ്ണു വരുമ്പോഴൊക്കെ ഒന്നും ആയില്ല കേട്ടോ. ഹൃദയം ഒന്നും കൂടെ ശരിയാക്കി എടുക്കാനുണ്ട്. ഇത് രാവിലെകളിലെ എൻ്റെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. യുവി ഇവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ ചടുലമായ നൃത്തച്ചുവടുകൾ വെച്ച് ഞാൻ കുറച്ച് ഷോ യുവിയുടെ മുന്നിലിറക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ് യുനോ. ഇന്നത് നിങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. യുവി വലുതാവുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാതെ ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. എൻ്റെ ആഗ്രഹമാണ്, നടക്കണമെന്നൊന്നുമില്ല. അങ്ങനെ അവൻ ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവന് കൃത്യമായി ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോകണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. യുവിനെ കുറച്ചു നേരം കൂടെ വിഷ്ണുവിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അടുക്കളയ്ക്കുള്ള നോട്ടം കംപ്ലീറ്റ് റെസ്ട്രിക്ട് ചെയ്ത് നമ്മൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡും ജാമും, ബ്രെഡും ന്യൂട്ടല്ലിയും, 2 മുട്ട പുഴുങ്ങിയതും, പിന്നെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസും, പിന്നെ എൻ്റെ ഹൃദയമുള്ള ആ ഒരു കത്തും. ഇതാണ് ഇന്ന് രാവിലത്തെ വാലന്റൈൻസ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഉവി. ഇത് അച്ഛനും ഇടുവിക്കും. താങ്ക് യു അമ്മ. ഇനി അമ്മ ചോദിക്കും അമ്മയ്ക്കുള്ളത് എവിടെയെന്ന്. ഇപ്പൊ യു വി അതിന് മറുപടി പറയണ്ട, പക്ഷെ ഡാഡി നീഡ്സ് ടു സേ ആൻ ആൻസർ. എവിടെ അല്ലെങ്കിൽ അവനോട് കണ്ടിട്ട് മോളിക്ക് ഒരു എണ്ണം പറയാനുണ്ട്. കുട്ടികളുടെ മുന്നിൽ നടി ഉണ്ടാക്കരുതാണ്. ചുമ്മാട്ടോ ഇതാ. എനിക്ക് പഠിക്കാൻ പറ്റില്ല. താങ്ക് യു. ഹാപ്പി വാലന്റൈൻസ് ഡേ ഉവി. എന്റെ ഹൃദയം കുറച്ച് വളഞ്ഞ ഹൃദയം. അമ്മയ്ക്ക് വരയ്ക്കാൻ അറിയില്ല, നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഈ കലാവിരുദ്ധ ഈ കോഴിമുട്ടി വാലന്റൈൻസ് എന്താ ബന്ധം? കോഴിമുട്ടി വാലന്റൈൻസ് നമ്മൾ ബന്ധമുണ്ട്. രാവിലെ പ്രോട്ടീൻ വേണം. I love you so much. ഞാൻ പാതി താൻ പാതി എന്നല്ല, ആദ്യം ഞാൻ കുടിക്കാം. എത്രയുള്ളൂ? എങ്ങനെയുണ്ട് എന്റെ കല? ഈ കൈയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ ലെറ്റർ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ തോന്നിട്ട് ഇങ്ങനെ ലവ് യു സോ മച്ച് തിരിച്ചു പറയണം. മനസ്സിലായോ? അല്ലാതെ പുച്ചിക്കല്ല. എന്താ 3 കോഴിമുട്ട, 2 കോഴിമുട്ട വടി, അതിന്റെ അകത്തൊരു കോഴിമുട്ട. ഒന്ന് കാണിക്കും എന്റെ കോഴിമുട്ടേന്ന്. ഒന്ന് കാണിക്കും എന്റെ കോഴിമുട്ടേന്ന്. വിഷ്ണുവിന് പുതിയ സംശയം വന്നു, കോഴിമുട്ടി വാലന്റൈൻസ് തമ്മിലുള്ള ബന്ധം. എന്റെ ഹൃദയം എങ്ങനെയുണ്ട്? കുറച്ച് വളഞ്ഞ ഹൃദയമാണ്. ആ ഹൃദയം കൊള്ളാം. പിന്നെ ആ കോഴിമുട്ട താങ്ക് യു കേട്ടോ. കൊണ്ട് പുച്ഛിക്കുന്നുണ്ട്. പുച്ഛിക്കുന്നില്ല, കാര്യമായിട്ട് പറഞ്ഞാ ചെറിയ പരിപാടിയല്ലേ. എന്നാ എനിക്കൊരു ചെറിയ പരിപാടി. വലിയ പരിപാടി. ആ എന്റെ ഹെയർ കട്ട് കാണിച്ചേട്ടാ. എന്റെ ഹെയർ കട്ട് കാണിച്ചേട്ടാ. അമ്മ ഒരാള് മുടി വെട്ടിയ നന്നായി ഉണ്ട്, നന്നായിട്ടില്ല, മോശമായിട്ടുണ്ട്, വൃത്തിയില്ല, വൃത്തിയുണ്ട്. നമ്മുടെ മുന്നിൽ അത് കാണിച്ച് വെറുതെ കണ്ട ഭാവം പോലും നടിച്ചില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറക്കുന്ന പരിപാടിയാകുമ്പോൾ ഇപ്പം നിങ്ങൾക്കും വലിയ ഞെട്ടലൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഇതൊക്കെ ശീലമായിട്ടുണ്ടായിരിക്കും. വിഷ്ണുവിന് അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്. അങ്ങനെ ഓഫീസ് മീറ്റിംഗ് അല്ല, എന്തോ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് എന്തോ ഒരു മീറ്റിംഗ്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണം വരുന്ന പോലെ. അതുകൊണ്ട് യുവിനെ പിടിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്കൊരു 10 മിനിറ്റ് ഉറങ്ങിയാലോ? 10 അല്ല, ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഉറങ്ങാം. ഞാൻ 20 മിനിറ്റ് ഉറങ്ങി എണീക്കട്ടെ. ഇവൻ ഉറങ്ങണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് ഉറങ്ങിക്കോട്ടെ. എന്തോ ഒരു അത്ഭുതം. എന്താണൊരു അത്ഭുതം? എന്താണ് അത്ഭുതം വിക്ക്? ഞങ്ങൾ ഉടങ്ങിയിട്ട് വിടാന്ന് പറയൂ. ഉടങ്ങിയിട്ട് വിടാട്ടോ. യുവിനെ ഉറക്കി കിടത്തി ഞാൻ വല്ല എണീറ്റ് കേട്ടോ. ഞാൻ പോയിട്ടേ കുറച്ച് മീറ്റ് വാങ്ങിയിട്ട് വരാം. ഈ ഒരു വീക്ക് നമ്മൾ കുറച്ച് മീറ്റ് ബേസ്ഡ് ഭക്ഷണം കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടില്ല, കുറച്ച് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോട്ടീൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് തലയിൽ കയറി പോകുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ചിക്കൻ ബീഫൊന്നും കഴിക്കാൻ അങ്ങനെ പറ്റില്ല. ഞാൻ അത്ര ഒരു മീറ്റ് പേഴ്സൺ അല്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടാൻ മീറ്റിൽ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മീറ്റിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കൂടുതൽ റാപ്പും സാൻഡ്വിച്ചും ബർഗേഴ്സും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബർഗർ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി മിൻസ്ഡ് മീറ്റ് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് ഉള്ളിയും കൊറിയാണ്ടർ ലീവ്സും ഗാർലിക് പൗഡറും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു കുറച്ച് പാറ്റി ഉണ്ടാക്കി റെഫ്രിജറേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് ബണ്ണൊക്കെ വെച്ച് നമുക്ക് ബർഗർ കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇന്ന് ഈവനിങ് നമ്മളൊരു
ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നർ. ആരൊക്കെയുള്ളതെന്ന് അറിയോ? ഞാൻ, വിഷ്ണു, ദീപ ചേച്ചി ദിബിൻ ചേട്ടൻ, പ്രദു ഗീതു, അമ്മു ചേച്ചി സഞ്ജേട്ടൻ, നീ ചേച്ചി ഫറൂഖ്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 7 കൊല്ലമില്ലേ. 7 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡിന്നർ തന്നെ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഗേൾസ് മാത്രം പോകും, അല്ലാന്നുണ്ടെങ്കിൽ ബോയ്സ് മാത്രം പോകും, അങ്ങനെയൊക്കെ പോവാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കപ്പിൾ ഡിന്നറിന് പോണേ. ഒരു 7:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10-10:30 ആകുമ്പോൾ തിരിച്ചെത്തും. ഒരു 2-3 മണിക്കൂറിൻ്റെ പരിപാടി. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര ആൾക്കാർക്കുള്ള ടേബിളൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്രം വരും കേട്ടോ. യുവി പിന്നെ ഒരു 6:30-7 ആവുന്നതിൻ്റെ ഉള്ളിൽ ഉറങ്ങും. പിന്നെ ഇപ്പോൾ ഈവനിങ് അത്യാവശ്യം സോളിഡ്സ് കഴിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അവൻ രാത്രി 1 മണി 1:30 എണീക്കുള്ളൂ. അപ്പോൾ ഇക്രം വന്നിരിക്കും. അപ്പോൾ ഒരു 3 മണിക്കൂർ ഞങ്ങൾ ഇടയിൽ നിന്ന് പോയിട്ട് വരും. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴേ അവനെ നമ്മളൊപ്പം കൊണ്ടുപോകാറില്ല. കാരണം അതൊരു ശബ്ദം. നമ്മളിങ്ങനെ ഡിന്നറിന് പോകുമ്പോൾ യുവീനെ നമ്മൾ അധികം വീട്ടിൽ സുഖമായിട്ട് ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ പോവാറ്. ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഇപ്പം ഇതന്നെ എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ 7 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ്. പക്ഷെ യുവീനെ ഒപ്പം നമ്മൾ വൈകുന്നേരം കൂട്ടാറില്ല. കാരണം അവൻ സുഖസുന്ദരമായി കിടന്നുറങ്ങും. അവൻ 7 മണിയായി കഴിഞ്ഞാൽ അവൻ്റെ ഉറക്കം അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവൻ ഇടയിൽ എണീപ്പിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഒപ്പം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവനെ കാർ സീറ്റിൽ എടുത്ത് വെക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് മാറ്റി വെക്കണം, പിന്നെ തിരിച്ച് നമ്മുടെ നൈറ്റ് സൂട്ട് ഇടിക്കണം. അപ്പോൾ അതിനേക്കാളൊക്കെ അവൻ സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങും. പിന്നെ തീരെ അവൻ എണീക്കില്ല കേട്ടോ. അവൻ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു 7 മണിക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അവൻ പാല് കുടിക്കാൻ വേണ്ടി എണീക്കുക. അധികം ഒരു 1 മണി 1:30 നമ്മൾ എന്തായാലും അതിൻ്റെ ഇടയിൽ തിരിച്ചെത്തും. അപ്പോൾ ഇന്ന് ഇക്രം വന്നിരിക്കും. ഞാനും വിഷ്ണുവും ഒരു ഡിന്നറൊക്കെ കഴിഞ്ഞ് 2-3 മണിക്കൂറുകൾ തിരിച്ചു വരും. ഞാൻ ഇതിന് കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇത്ര ഒരു 7 ആൾക്കാർ ചേർന്ന് പിള്ളേരില്ലാതെ നമ്മൾ പോകുന്നത്. പിള്ളേരുണ്ടായിട്ട് പോകുമ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. ഇത്തവണ പിള്ളേരെല്ലാം വീട്ടിലാണ്. ഈ പറഞ്ഞ പോലെ പിള്ളേരെ ബേബി സിറ്റ് ചെയ്യാണ്. നമ്മളൊരു 2-3 മണിക്കൂർ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഡിന്നറിന് നമ്മളെല്ലാവരും പോയിട്ട് വരും. തൽക്കാലം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി ചിക്കൻ മേടിക്കും. സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് ഇത് കാറ് കൊണ്ടുവയ്ക്കാം. ഇന്ന് വാലന്റൈൻസ് ഡേ കൊണ്ടു തോന്നണോ? നല്ല വെതറാണ് കണ്ടോ. ഇന്നലെ അത്യാവശ്യം നല്ല വെതറായിരുന്നു. കുറച്ചൊരു നല്ല വെതർ കിട്ടിയ എല്ലാ ആൾക്കാരും പുറത്താണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് സാറ്റർഡേ പൊതുവേ ഇവിടെ എല്ലാവരും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. വീക്കിലോട്ട് വേണ്ടിയിട്ടുള്ള സാറ്റർഡേ ഈവനിങ് ഒക്കെ ആൽബർട്ടൈനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടിയും പൊടിയും മാത്രമേ നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും തീരും. എന്തപ്പോൾ ഇവരുടെ ഹാല്, ഇവർ റോഡാന്ന് മനസ്സിലാക്കിയിട്ടില്ല. വെരി നൈസ്. ഹോൺ അടിക്കുന്ന ഒരു ശീലമില്ലാത്തത് കാരണം നമുക്ക് അടിക്കണ്ട. എന്താടോ ഓക്കെ. ഒരു അറിഞ്ഞിട്ടില്ല തോന്നുന്നു ബാക്കിൽ വണ്ടിയുള്ളത്. വന്ന് ടപ്പേന്നൊരു ലഞ്ച് ഉണ്ടാക്കി കേട്ടോ. ഒരു തൈര് സാദം, പിന്നെ പൊട്ടറ്റോ ഫ്രൈ. ഇങ്ങനെ പൊട്ടറ്റോ നമുക്ക് ആൽബർട്ടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ. പിന്നെ ഇതൊരു മുട്ട വറുത്തതും. ആ ചെറിയ ലൈറ്റൊക്കെ വരുമ്പോൾ കാണാൻ നല്ല രസമല്ലേ? ആ പ്ലേറ്റും ആ തൈര് സാദവും ആ സൈഡിൽ കുറച്ച് പൊട്ടറ്റോ ഫ്രൈയും മുട്ട വറുത്തതും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ചെറിയ ലഞ്ചിനൊക്കെ ശേഷം നമ്മൾ മെല്ലെ കുറച്ച് കുക്കിങ്ങിലോട്ട് കിടന്നേ. കുക്കിംഗ് എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിലോട്ടുള്ള ചെറിയൊരു മീൽ പ്രപ്പ്. നിങ്ങളാരും പേടിക്കേണ്ട, മീൽ പ്രപ്പിനെ പറ്റിയിട്ടുള്ള അധികം ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. നാളെ ഇന്ത്യ പാകിസ്ഥാനാണല്ലോ, ക്രിക്കറ്റ് മാച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ കുറച്ച് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്ത് തീർത്ത് വെക്കുകയാണ്. ഒപ്പം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം വിഷ്ണുവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു Q&A ഒപ്പം കുക്ക് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണ്. നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഈ ഒരു Q&Aയും കൂടെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ ഈ ആഴ്ചത്തെ മീൽ പ്ലാനിങ്. ഇതൊക്കെയാണ് മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ലഞ്ചും ഡിന്നറും വരുന്നത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. മീൽ പ്രപ്പ് ചെയ്യേണ്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ കുറച്ചൊരു മീറ്റിൽ പിടിക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ച് വെക്കുക, ചോപ്പ് ചെയ്ത് വെക്കുക, റോളിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് നമുക്കൊന്ന് ചെയ്യാനുള്ളൂ. ഇത്രയും എൻജോയ് ചെയ്ത് ചിക്കൻ കട്ട് ചെയ്യുന്ന ഒരാളെ കാണാൻ പറ്റുമോ? വിഷ്ണു പാട്ടൊക്കെ പാടി വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ചിക്കൻ കട്ട്. ഇത് മിൻസ്ഡ് മീറ്റാണ് നമ്മൾ വാങ്ങിയത്. ഇതിൽ കുറച്ച് ഉള്ളിയും ഗാർലിക് പൗഡറും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബർഗർ പാറ്റീസ് ഉണ്ടാക്കി വെക്കുന്നത്.
ഞാൻ ബീഫ് അതേപോലെ ചിക്കനും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് മീറ്റ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടല്ലോ. അപ്പോൾ ബീഫിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും. ഇതെന്തായാലും ഒരു പരീക്ഷണമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർഗർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബർഗർ ബണ്ണിൻ്റെ ഇടയിൽ വെച്ച് ബർഗർ ആക്കിയിട്ട് കഴിക്കുക, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട്. ഈ തവണ നമ്മൾ അങ്ങനെ ഒരുപാട് നേരം നീണ്ടു നിന്നിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേയൊക്കെ റാപ്പും റോൾസും പിന്നെ കുറച്ച് റൈസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബർഗർ പാറ്റീസ് ഇരിക്കുന്നുണ്ടോ സൈഡിൽ, ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട്. പിന്നെ ബാക്കി റാപ്പിനും റോളിനും ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിതേ മുറിച്ച് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ മിൻസ്ഡ് മീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബർഗർ പാറ്റീസ് ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു നമുക്ക് ചിക്കൻ ബ്രസ്റ്റിലും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ആഡ് ചെയ്ത എല്ലാ സംഗതികളും വെച്ച് ഇതേപോലെ നമുക്ക് പാറ്റി ഉണ്ടാക്കാം. അങ്ങനെ പ്രപ്പിംഗ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ ഡിന്നറിന് പോയി റെഡിയാവാം. അങ്ങനെ നമ്മുടെ മീൽ ഉണ്ടാക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡിയായി, വിഷ്ണു റെഡിയായി, യുവി നല്ല ഉറക്കായി, ഇക്രം യുവിനെയും പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്രം തന്നെയാണ് അമ്മു ചേച്ചിയുടെ അവിടെ വന്നിട്ട് എല്ലാ പിള്ളേരുടെ ഒപ്പം ഇരിക്കണം. കാരണം ഇന്ന് എല്ലാവരും സമയമാകുമ്പോഴൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഒരു 7:30-8 മണിയാകുമ്പോഴേക്ക് കിടന്നുറങ്ങും. അപ്പോൾ നമ്മളൊരു 10 മണി ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരും. മുന്നേ നമ്മൾ രാവിലെ പുറത്ത് പോയിരുന്നു, ഇപ്പോൾ എല്ലാവരും പോക്ക് വൈകുന്നേരം ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം പിള്ളേരുടെ റൂട്ടീനും എഫക്റ്റഡ് ആവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ കോസ്റ്റ്യൂം. എനിക്കെൻ്റെ മുടി ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് ഭയങ്കര സന്തോഷം മുടി കിട്ടിയത്. അപ്പോൾ ഇതന്ന് നമ്മൾ വാങ്ങിയ ജാക്കറ്റില്ലേ, ആ ഒരു ജാക്കറ്റും പിന്നെ ഒരു ടോപ്പുമാണ് അകത്ത് വരുന്ന, പിന്നെ ഒരു ബ്ലൂ ജീൻസും. വിഷ്ണു മോഡലും നാളത്തെ പോലെ ഫോർമൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയാൻ പാടില്ല എന്തിനാണെന്നുള്ളത്. എന്തിനാണ് ഇവിടെ പോകുമ്പോഴേ ഫോർമൽസ് ഇടുന്നത്? സഞ്ചട്ടിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഫോർമൽ ഇടാൻ. യുവിനെ നമ്മൾ അമ്മുച്ചേച്ചിയുടെ അവിടെ ഡ്രോപ്പ് ചെയ്തു. യുവി നല്ല ഉറക്കാണ്, ബെഡിലൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ബാക്കി നമ്മുടെ ചെറിയ പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇക്രം എല്ലാവരും നന്നായിട്ട് നോക്കും. ശരിക്കും ഇക്രത്തിനെ പോലത്തെ ഒരാൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് കുട്ടികളെ ഏൽപ്പിച്ച് പോരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസം വേണമല്ലോ. ആ ഒരു വിശ്വാസം കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് ഇവിടെയുള്ള എല്ലാ ഫാമിലീസിനും ഇക്രത്തിൻ്റെ കയ്യിലുണ്ട്. യുവി ഉറങ്ങുന്ന അവിടെ നമ്മളൊരു ക്യാമറ വെച്ചിട്ട് അതിൻ്റെ സ്ക്രീനില്ലേ അത് ഇക്രത്തിന് കൊടുത്തിട്ടുണ്ട്. താഴെ എങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയിട്ട്. അതന്നെ നമുക്ക് മൊബൈലിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുവി ഓക്കെ തന്നെ അല്ലേ എന്നുള്ളത്. എല്ലാവരും എത്തി, നമുക്കിനി മെല്ലെ റെസ്റ്റോറൻറ്റിലോട്ട് കയറാം. ഇതാണ് ചേരുക, വെരി സ്മാർട്ട്. ഇത് മാത്രമേ എനിക്ക് ചേരുള്ളൂ. ഗീതു കണ്ട ഭാവം നടിക്കരുത് എന്നല്ല എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ച് കൊടുന്ന കേട്ടോ. അതിന് ഇത് ചേച്ചി മാത്രം കൃത്യമായിട്ട് ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ 7 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേ അങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പിള്ളേരെയും കൊണ്ടാണ് വരാറ്. പിള്ളേരാകുമ്പോൾ പിന്നെ നമ്മുടെ ഫുൾ ശ്രദ്ധ എപ്പോഴും പിള്ളേർക്ക് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസമാവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ഡിന്നർ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത്. ഇതൊരു അർമേനിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ താഴെ കുറച്ചും കൂടെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഒരു 10-12 ആൾക്കാരുള്ളത് കാരണം അവർ നമുക്ക് മുകളിൽ വലിയൊരു സ്പേസ് ഒറ്റയ്ക്ക് തന്നു. ഫുഡ് ആക്ച്വലി ഓക്കെ ആയിരുന്നു, അങ്ങനെ ഭയങ്കര സംഭവമൊന്നും ആയിരുന്നില്ല. പക്ഷെ നല്ല ടൈമായിരുന്നു. നമ്മളെല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മെല്ലെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു നല്ല ദിവസം ഇവിടെ തീർന്നു. എങ്ങോട്ടാ കൊട്ടിയും ചട്ടിയും കുട്ടിയൊക്കെ എടുത്തിട്ടെന്ന് അറിയുമോ? ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കാണാൻ പ്രദുവിൻ്റെ ഗീതുവിൻ്റെ വീട്ടിലേക്ക്. അത് അത്ര വിഷ്ണുവിൻ്റെയും ഷെറീറിൻ്റെയും ലക്കി പ്ലേസ്. അവിടുന്ന് കണ്ട മാച്ചസ് എല്ലാം ഇന്ത്യ ജയിച്ചിട്ടുണ്ടെന്നാണ് ഇവർ രണ്ടുപേരുടെയും വിശ്വാസം. എന്നാൽ പിന്നെ ആ വിശ്വാസം തെറ്റിക്കണ്ട. അതുകൊണ്ട് ഒരു ഞായറാഴ്ച ഉച്ചയായിട്ട് ദേ യുവിനെയും എടുത്ത് വിഷ്ണുവിനെയും കൂട്ടി, വിഷ്ണു എന്നെയും കൂട്ടി പ്രദുവിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. പണ്ടത്തെ പോലെ അല്ലേ ഇവര് കളി കാണണമെങ്കിൽ ഞാൻ ഒരാഴ്ചത്തെ മറ്റേ മുമ്പേ ഷെഡ്യൂൾ ഫ്രീ ആക്കണം. അങ്ങനെയല്ല കേട്ടോ, വിഷ്ണു എൻ്റെ അടുത്ത് പറയായിരുന്നു എന്തോ പാകിസ്ഥാൻ കളിക്കാൻ വരില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ ആദ്യം. പിന്നെ അവസാനമാണ് അവർ കളിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരത് അനൗൺസ് ചെയ്ത സമയം തൊട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30, നാട്ടിലെ സമയം 7 മണിക്ക്, അവിടെ തൊട്ട് 3 മണിക്കൂർ എന്നെ ഒരു കാര്യത്തിനും വിളിക്കരുത്. ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ യുവിക്ക് ഫുഡ് കൊടുക്കാനോ ഒന്നിനും വിളിക്കരുത്. ആ 3 മണിക്കൂർ വിഷ്ണുവിൻ്റെ രീതിയിൽ കിട്ടണം എന്നുള്ളത്. പക്ഷെ നീ അത് അംഗീകരിച്ച് മാറ്റി തന്നെ എനിക്ക് വളരെയധികം എന്താ പറയാ, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ, നമ്മള് പോണല്ലേ ഉള്ളൂ. എന്തിനാ ഞാൻ അപ്പം വന്നിക്കണേ? അല്ലെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നാ പോരെ. ഞാൻ 5 വരുന്ന ഒറ്റ പ്രതീക്ഷ പുഷ് കൊടുത്തില്ല, അപ്പൊ സംശയം തോന്നിയില്ല. ഇവിടെ ഉണ്ടല്ലോ ഷെറീറും എന്താ പറയാ വിഷ്ണു പ്രദുവും ഇവിടെ ഒരുമിച്ചിരുന്നാണ് കളി കാണുന്നത്. അന്ന് അച്ഛൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ അന്ന് എന്തായിരുന്നു മാച്ച്?
ഏഷ്യ കപ്പ്. ആ സമയത്ത് അച്ഛനെയും കൂട്ടി പോയിക്കണോ പ്രദുവിന്റെ അങ്ങട്. കാരണം അവിടെയാണല്ലോ ഇവരുടെ ലക്കി പ്ലേസ്. അപ്പോൾ ലക്കി പ്ലേസിൽ ഇരുന്ന് കണ്ട, എന്നിട്ട് അച്ഛൻ ഇരുന്ന സ്ഥലത്ത് എണീക്കാനൊന്നും സമ്മതിക്കില്ല. അവിടെ ഇരുന്നപ്പോഴാണ് 6 അടിച്ചത് അല്ലെങ്കിൽ ഔട്ട് ആയതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അനങ്ങാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം. ഇന്ത്യ ജയിക്കണം തന്നെയാണ് ഒരു ഇന്ത്യക്കാരി എന്നുള്ളൊരു നിലയിൽ എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം എന്നും ഈ ക്രിക്കറ്റിനോട് ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പോഴും ക്രിക്കറ്റിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാലെങ്കിൽ ഇതിനൊരു മോചനം എന്ന് വിചാരിച്ചപ്പോൾ അത് കൂടുകയോ ചെയ്തുള്ളൂ. അപ്പോൾ UVD ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണല്ലേ, ഇവിടെ ഡെബ്യൂ ആണ്. അപ്പോൾ നമുക്ക് പോവാം. എന്താണ് ഇപ്പൊ ക്രിക്കറ്റിൽ കുറേ കാലത്തെ പരിചയം നമുക്കുള്ളത് കാരണേ എനിക്കിങ്ങനെ നോട്ടം ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് കളി പോകുന്നതെന്ന്. ചുമ്മാ കേട്ടോ. ഞാൻ കുറച്ച് പരിപ്പുവടയും ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപ്പുവട ഞാനൊരു 1/4 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെക്കുകയേ ചെയ്തുള്ളൂ. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഉണ്ടായ പ്ലാൻ ആയിരുന്നല്ലോ. എങ്ങനെയുണ്ട് പെർഫോമൻസ്? പിച്ച് കുറച്ച് ടഫാ ബാറ്റ് ചെയ്യാൻ. 175 ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയത് നല്ലായിരുന്നോ? പ്രഷർ ഉണ്ടാവില്ലല്ലോ. എങ്ങനെയുണ്ട് കളി? ജയിക്കാം നമ്മളോ? ഇത്ര നേരത്തെ വിഷ്ണുവിന് ക്രിക്കറ്റിൽ കമന്റേറ്റർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നോ? അല്ലേ ശരിക്ക് ഉണ്ടായിരുന്നോ? ഇത് വെറുതെ പറയട്ടോ, ഉണ്ടായിരുന്നോ? വിഷ്ണുവിനെ ക്രിക്കറ്റിൻ്റെ അത്ര എക്സൈറ്റ് ചെയ്യിക്കുന്ന വേറൊരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 7 കൊല്ലത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഉറക്കമൊന്നും വരാതെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കില്ലേ, അങ്ങനെയായിരുന്നു. നമ്മളിങ്ങനെ യൂട്യൂബിൽ ഓരോരോ മാച്ചിൻ്റെ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കാണില്ലേ, അത് കാണുമ്പോൾ ഏത് വർഷത്തെ ഏത് മാച്ചായിരുന്നു എന്ന് പറയാനുള്ള കഴിവൊക്കെ വിഷ്ണുവിനുണ്ട്. അത് പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിത് ഒട്ടും നടക്കാത്ത കാര്യമായത് കാരണം എനിക്കിത് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. എന്തായാലും ഇന്ത്യ ജയിച്ചു. നമ്മളങ്ങനെ വീട്ടിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇതേ വീണ്ടും ഈ വർഷം ഇവിടെ ഒരിക്കൽ കൂടെ സ്നോ വന്നിരിക്കുകയാണ്. ഇന്ന് മാത്രമേ സ്നോ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, നാളെ ഇല്ല. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മെല്ലെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു 3 ദിവസത്തെ വ്ളോഗ് ഒറ്റ വ്ളോഗാക്കി ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.